എൻ പ്രിയൻ ഓ നല്ലവൻ, എൻ പ്രിയൻ ഓ നല്ലവൻ. ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില. വീണ്ടെടുത്തു എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തു എന്നെ തൻ ചോര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 15-ാം അധ്യായം 17-ാമത് വാക്യം. ഞാൻ നിന്നെ ഉപദേശിക്കാം, കേട്ടുകൊള്ളുക. ഞാൻ കേട്ടിട്ടുള്ളത് വിവരിച്ചു പറയാം എന്നുള്ള പദമാണ്. ഇവിടെ ഇയ്യോബിനോട് എലീഫസ് പറയുകയാണ്, നീ കേട്ടിട്ടുള്ളതും നീ ഗ്രഹിച്ചിട്ടുള്ളതും അത്ര കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. എൻ്റെ ഉപദേശങ്ങൾ നീ കേൾക്കുവാനായിട്ട് മനസ്സ് വയ്ക്കുന്നു എങ്കിൽ അത് നിനക്ക് നന്മയായി ഭവിക്കുമെന്ന് എലീഫസ് പറയുകയാണ്. എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അറിവുകളും നമ്മോട് മറ്റുള്ളവർ നൽകിത്തരുന്ന അറിവുകളും വ്യത്യസ്തമാണ്. എന്നാൽ ആരാണ് നമ്മെ ഉപദേശിക്കേണ്ടത്, ആരുടെ ഉപദേശങ്ങളാണ് നാം കേൾക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമെന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരിലൂടെ നമുക്ക് ലഭ്യമാകുന്നതായ ഉപദേശങ്ങൾ അത് നമ്മെ നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും ഉയർച്ചയിലേക്കും നയിക്കുമ്പോൾ മാനുഷികമായ ശബ്ദങ്ങളും ആ തലത്തിലുള്ള ഉപദേശങ്ങളും നമുക്ക് നാശവും നഷ്ടങ്ങളും വരുത്തി തീർക്കുവാൻ കാരണമായി തീരുമെന്നും തിരിച്ചറിയേണ്ടതുണ്ട്. ശമൂവേലിനെഴുതിയ 2-ാം പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യത്തിൽ വരുമ്പോൾ ദാവീദിനെ ചതിച്ച് അബ്ശാലോം രാജാവായി തീർന്നിരിക്കുന്നു. എന്നാൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന്, എങ്ങനെ അടുത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് ആലോചന ചോദിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ഹൂഷായിയും അഹീത്തോഫേലും അബ്ശാലോമിൻ്റെ അരികിൽ വരികയും അബ്ശാലോമിനോട് ആലോചന പറയുകയുമുണ്ടായി. അവിടെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അഹീത്തോഫേലിൻ്റെ ആലോചനയേക്കാൾ ഹൂഷായിയുടെ ആലോചന നല്ലതെന്ന് അവന് തോന്നി. അതെന്തുകൊണ്ടെന്നാൽ അബ്ശാലോമിന് അനർത്ഥം വരുത്തേണ്ടതിന് അഹീത്തോഫേലിൻ്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. ഇവിടെ ശരിക്കും അഹീത്തോഫേൽ പറഞ്ഞതായ ആലോചനയും ഹൂഷായി പറഞ്ഞ ആലോചനയും നോക്കുമ്പോൾ ശരിയായിട്ടുള്ള ദൈവത്തിൻ്റെ ആലോചന കൃത്യമായ തലത്തിൽ പറഞ്ഞത് അഹീത്തോഫേലാണ്. ആ ആലോചനയെ അബ്ശാലോം നിരസിക്കുകയും തെറ്റായ ആലോചന പറഞ്ഞ ഹൂഷായിയുടെ വാക്കുകൾ നല്ലതെന്ന് ചിന്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് അബ്ശാലോമിൻ്റെ ജീവിതത്തിലെ പരാജയത്തിന് കാരണമായി തീർന്നു. 1-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. നമ്മെ ആരാണ് ആലോചന പറഞ്ഞു തരുന്നത്? നമുക്ക് ആരാണ് ഉപദേശിച്ചു തരുന്നത്? ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവുള്ളവർ നമ്മെ ഉപദേശിക്കുന്നുവെങ്കിൽ നമ്മെ താഴ്ചയിലേക്കും പരാജയത്തിലേക്കും നാശത്തിലേക്കും നഷ്ടത്തിലേക്കുമല്ല, നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദത്തിനും ദൈവവചനത്തിനും പ്രാധാന്യത കൊടുത്തുകൊണ്ട് ഇയ്യോബിനെ പോലെ നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ അത് നമുക്ക് നന്മയ്ക്ക് കാരണമായി തീരുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ എലീഫസിൻ്റെ വാക്കുകളേക്കാൾ കൂടുതൽ ഇയ്യോബ് പ്രാധാന്യത കൊടുത്തത് ദൈവശബ്ദത്തിനായിരുന്നു.
നമുക്കും മാനുഷിക ശബ്ദത്തിന് പ്രാധാന്യത കൊടുക്കുന്നതിനപ്പുറത്ത് ദൈവശബ്ദത്തിന് പ്രാധാന്യത കൊടുക്കാം. അതിനായി നമ്മെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, മനുഷ്യന്റെ വാക്കുകൾ ഞങ്ങളെ നാശത്തിലേക്ക് നയിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം ഞങ്ങളെ ജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് ജീവന്റെ ശബ്ദത്തിന് പ്രാധാന്യത കൊടുക്കുവാനും അതിൻ പ്രകാരം ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.